തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കൂത്താട്ടുകുളം നഗരസഭയിൽ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ LDFന് ഭരണം നഷ്ടമായി. ചെയർപേഴ്സണെതിരെ UDFന്റെ അവിശ്വാസ പ്രമേയം പാസായി. CPM കൗൺസിലറും സ്വതന്ത്രനും അവിശ്വാസത്തെ പിന്തുണച്ചു. വൈസ് ചെയർമാനെതിരായ അവിശ്വാസ പ്രമേയം പരിഗണിക്കും. LDFന് നേരിയ ഭൂരിപക്ഷം മാത്രമുള്ള നഗരസഭയിൽ ഇത്തവണ UDF നീക്കം പാളിയില്ല. CPM കൗൺസിലർ കലാരാജുവും സ്വതന്ത്രൻ PG സുനിൽകുമാറും കൂട്ടുനിന്നു. ചെയർപേഴ്സൺ വിജയ ശിവനെതിരായ അവിശ്വാസ പ്രമേയം 12-നെതിരെ 13 വോട്ടുകൾക്ക് പാസായി. ജനുവരി 18-ന് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നെങ്കിലും കലാരാജുവിനെ CPM തട്ടിക്കൊണ്ടുപോയി എന്ന വിവാദത്തെ തുടർന്ന് പരിഗണിച്ചില്ല. വയനാട് CPMലെ വിഭാഗീയതയിൽ നേതാക്കൾക്കെതിരെ വീണ്ടും നടപടി. വയനാട്ടിലെ മുതിർന്ന നേതാവ് AV ജെയിനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. സാമ്പത്തിക ക്രമക്കേട് ഉന്നയിച്ച് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് വിവാദമായിരിക്കെയാണ് വീണ്ടും നടപടി. വയനാട് CPMൽ വിഭാഗീയത എന്ന പരസ്യ പ്രസ്താവനയിലാണ് നടപടി. കണിയാമ്പറ്റയിലെ 5 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട്. വിഭാഗീയത ഉന്നയിച്ച് കണിയാമ്പറ്റയിലും പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് നടപടി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റും പുൽപ്പള്ളി CPM ഏരിയ കമ്മിറ്റി അംഗവുമായ AV ജെയിനെ പാലിയേറ്റീവ് കെയർ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചാണ് നേരത്തെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത്. വിഷയത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ച CPM അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ നടപടിയെടുക്കുകയായിരുന്നു. പുൽപ്പറ്റി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഇരുളം ലോക്കൽ കമ്മിറ്റിയിലേക്കാണ് ജെയിനെ തരം താഴ്ത്തിയത്. പിന്നാലെ ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനം കടുപ്പിച്ച ജയൻ നടപടി വിഭാഗീയതയുടെ ഭാഗമെന്നായിരുന്നു തുറന്നടിച്ചത്. ഈ പരസ്യ പ്രസ്താവനയാണ് പുതിയ നടപടിയിലേക്ക് നയിച്ചത്. ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളും അണികളും പാർട്ടി നേതൃത്വത്തിന്റെ നടപടിയിൽ കടുത്ത അതൃപ്തിയാണ് ഉയർത്തിയത്. വയനാട് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചേരിതിരിവാണ് നടപടിയിലേക്ക് നയിച്ചതെന്നും വിമർശനമുണ്ട്. നേരത്തെ ജില്ലാ സമ്മേളനത്തിൽ വയനാട്ടിൽ വലിയ അട്ടിമറിയാണ് നടന്നത്. ജില്ലാ സെക്രട്ടറിയായിരുന്ന P. ഗഗാറിനെ വെട്ടി K. റഫീഖാണ് പുതിയ സെക്രട്ടറി ആയത്. മുൻ ജില്ലാ സെക്രട്ടറിയായ CK ശശീന്ദ്രന്റെ പിന്തുണയോടെയായിരുന്നു റഫീഖിന്റെ അട്ടിമറി. ഇതോടെ ജില്ലയിൽ CPMനുള്ളിൽ ചേരിതിരിവ് രൂക്ഷമാവുകയായിരുന്നു. തരം താഴ്ത്തലും ഇതിന്റെ ഭാഗമെന്നാണ് ജയൻ അടക്കമുള്ളവർ പറയുന്നത്.